LSGS മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഡിഗ്രി ലെവല് ബേസ് ചെയ്തിട്ടുള്ളതാണ്. UPSC എക്സാംസിൻ്റെ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, which of the following are correct regarding the fundamental right under the Indian Constitution? ഫണ്ടമെൻ്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദേ ആർ ഗ്യാരണ്ടീഡ് ടു ഓൾ പേഴ്സൺ ഇൻക്ലൂഡിങ് ഫോറിനേഴ്സ്. അതായത് ഫോറിനേഴ്സിനും കൂടി ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്. രണ്ടാമത്, ദേ ആർ ജസ്റ്റിഷ്യബിൾ, മീനിങ് ആൻ ഇൻഡിവിജ്വൽ ക്യാൻ മൂവ് ദ കോർട്ട് ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഇഫ് ദേ ആർ വയലേറ്റഡ്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോർട്ടിൽ പോകാവുന്നതാണ്. ഇനി ഓപ്ഷൻസ് നോക്കാം. 1 only, 2 only, both 1 and 2, neither 1 nor 2. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ആണ്. അതായത് ദേ ആർ ഗ്യാരണ്ടി ടു ഓൾ പേഴ്സൺ ഇൻക്ലൂഡിങ് ഫോറിനേഴ്സ്. ദേ ആർ ജസ്റ്റിഷ്യബിൾ, മീനിങ് ആൻ ഇൻഡിവിജ്വൽ ക്യാൻ മൂവ് ദ കോർട്ട് ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഇഫ് ദേ ആർ വയലേറ്റഡ്. അടുത്ത ചോദ്യം, ഹൂ among the following has the final authority to interpret the Constitution of India? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഫൈനൽ അതോറിറ്റി ആരാണ്? പ്രസിഡൻറ്റ്, പാർലമെൻറ്റ്, സുപ്രീം കോർട്ട്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അന്തിമ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുള്ളത്. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് സുപ്രീം കോടതിയാണ്. അടുത്ത ചോദ്യം, വിച്ച് among the following are features of the parliamentary form of government in India? Which of the following are the features of the parliamentary form of government in India? Options are collective responsibility of the executive to the legislature, presence of a nominal and real executive, fixed tenure of the government. Which of the following are the features of the parliamentary form of government in India? ഇന്ത്യയിലെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഫീച്ചറുകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ഇവിടെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. 1 and 2 only, 1 and 3 only, 2 and 3 only, 1, 2, 3. അപ്പോൾ ആൻസർ വരുന്നത് 1 and 2 only ആണ്. അതായത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ് ടു ദി ലെജിസ്ലേച്ചർ, പ്രസൻസ് ഓഫ് എ നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ് എന്നിവയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി? അതായത് DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ദേ ആർ നോൺ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ. നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. ദേ എയിമേറ്റ് എസ്റ്റാബ്ലിഷിംഗ് എ വെൽഫെയർ സ്റ്റേറ്റ്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതാണ് DPSPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ദേ ആർ സുപ്പീരിയർ ടു ഫണ്ടമെൻ്റൽ റൈറ്റ്. ഫണ്ടമെൻ്റൽ റൈറ്റിനേക്കാളും മുൻഗണനയുണ്ട് DPSPക്ക്. ദേ ആർ ഇൻസ്പയർഡ് ബൈ ദി ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ DPSP സ്ഥാപിതമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് C ആണ്. ദേ ആർ സുപ്പീരിയർ ടു ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ക്യാൻ ഇഷ്യൂ എ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി അണ്ടർ ദ ആർട്ടിക്കിൾ 352 ഓൺ ദ ഗ്രൗണ്ട് ഓഫ്. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യക്ക് എമർജൻസി പ്രൊക്ലെയിം ചെയ്യാനുള്ള അവകാശം ഉണ്ട്. അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ ആൻഡ് ആംഡ് റെബലിയൻ. ഈ 3 കണ്ടീഷൻസിലും
പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യക്ക് എമർജൻസി പ്രൊക്ലെയിം ചെയ്യാനുള്ള പവറുണ്ട്. വാറുണ്ടെങ്കിലും എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ആംഡ് റെബലിയൻ ആണെങ്കിലും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം, വിച്ച് അമെൻമെൻറ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? 24th, 42nd, 44th, 52nd. ആൻസർ 42nd അമെൻമെൻ്റ് ആണ്. അടുത്ത ചോദ്യം, ദ കൺസെപ്റ്റ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബോറോഡ് ഫ്രം വിച്ച് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ? ദ കൺസെപ്റ്റ് ഓഫ് ദ ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ ഏത് കൺട്രിയിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത്? ഓപ്ഷൻസ്: യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, കാനഡ ആൻഡ് ഓസ്ട്രേലിയ. The concept of judicial review in the Indian Constitution is borrowed from which country? That is USA, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ കടം കൊണ്ടിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം, ദ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് റിലേറ്റഡ് ടു. 97ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ്: ഇൻട്രൊഡക്ഷൻ ഓഫ് GST, ഓപ്ഷൻ ബി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ് കമ്മീഷൻ, ഓപ്ഷൻ സി അഡീഷൻ ഓഫ് ന്യൂ പാർട്ട് ഓൺ ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ആൻഡ് ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പോൾ 97ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ദ അഡീഷൻ ഓഫ് ദി ന്യൂ പാർട്ട് ഓൺ കോപ്പറേറ്റീവ് സൊസൈറ്റി. ദ അഡീഷൻ ഓഫ് ന്യൂ പാർട്ട് ഓൺ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയാണ് 97ാമത്തെ അമെൻമെൻറ്റ് പറയുന്നത്. അടുത്ത 9ാമത്തെ ചോദ്യമാണ്, ദ ടേം ഓഫ് ദ ലോക്സഭ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഡ്യൂറിങ് എ നാഷണൽ എമർജൻസി ഫോർ എ പീരീഡ് ഓഫ്. ലോക്സഭയുടെ ടേം എത്ര വർഷത്തേക്ക് കൂട്ടാൻ സാധിക്കും ഒരു നാഷണൽ എമർജൻസി സമയത്ത്? ഓപ്ഷൻസ്: 1 year at a time, 2 year at a time, 6 months at a time, indefinitely under the emergency is revoked. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 year at a time. ഒരു വർഷക്കാലത്തേക്ക് കൂട്ടാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യയുടെ ആമുഖത്തെ സംബന്ധിച്ചിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒബ്വിയസ്ലി അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. അടുത്തത്, ഇറ്റ് കാനോട്ട് ബി അമെൻഡഡ്. ഇത് അമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അത് തെറ്റായിട്ടുള്ളതാണ്. കാരണം പ്രിയാമ്പിളിനെ നമുക്ക് അമെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്, 1 only ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയെ സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 10 ചോദ്യങ്ങളാണ് പഠിച്ചത്. എല്ലാ ടോപ്പിക്കുകളിൽ നിന്ന് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. താങ്ക് യു.